തലസ്ഥാനത്ത് വീണ്ടും SFI KSU ഏറ്റുമുട്ടൽ. കാര്യവട്ടം ക്യാമ്പസിലും ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുന്നിലുമാണ് ഇന്നലെ രാത്രി SFI KSU പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ വിൻസെന്റ് MLAക്ക് പരിക്കേറ്റു. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകി. ശാലിനി ചേരുന്നു. ശാലിനി, SFI KSU സംഘർഷത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിനിടെ വിൻസെന്റ് MLAക്കും പരിക്കേറ്റു. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമാകുന്നത്. SFI KSU പ്രവർത്തകർ കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, KSU പ്രവർത്തകനും ഒപ്പം തന്നെ ജില്ലാ നേതാവ് കൂടിയുമായ സാൻജോസിനെ ഈ ഇടിമുറിയിലിട്ട KSU പ്രവർത്തകരായ സാൻജോസിനെ SFI പ്രവർത്തകർ കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദനത്തെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഗുരുതരമായി ഉടലെടുക്കുകയും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്തു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ ഉപരോധവും നടത്തി. പക്ഷേ ഈ ഉപരോധം വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയും ഇവിടെ എത്തിയ 2 MLA ചാണ്ടി ഉമ്മനെയും ഒപ്പം തന്നെ വിൻസെന്റ് MLA അടക്കമുള്ളവർക്ക് നേരെ SFI വലിയ രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയും പ്രവർത്തകർ ആക്രമിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. തുടർന്നാണ് വിൻസെന്റ് MLAക്ക് ഗുരുതരമായി ഈ സംഭവത്തിൽ പരിക്കേൽക്കുകയും ചെയ്തത്. തുടർന്ന് ഈ വിഷയം വലിയ രീതിയിലുള്ള സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോവുകയും പോലീസ് ഒരു ഒത്തുതീർപ്പിലേക്ക് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുക്കാമെന്നുള്ള രീതിയിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് കണ്ടത് വലിയ രീതിയിലുള്ള ഗുരുതര ക്രമക്കേടുകളാണ് എന്നുള്ളതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടും പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ടും വിൻസെന്റ് MLAക്ക് അടക്കമുള്ളവർക്കെതിരെ ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട ചാണ്ടി ഉമ്മൻ ഒപ്പം തന്നെ വിൻസെന്റ് MLA എന്നിവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസുകാരെ കല്ലെറിഞ്ഞു എന്നുള്ളതാണ് ഈ FIR-ൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും FIR-ൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് ഗുരുതരമായിട്ടുള്ള പിഴവാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരടക്കമുള്ളവർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടിയന്തരമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും SFI പ്രവർത്തകർക്കും KSU പ്രവർത്തകർക്കുമെതിരെ സർവകലാശാലയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ഇത്തരത്തിൽ SFI KSU തർക്കം രൂക്ഷമാകുന്നു. അതും ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു ഇടിമുറി ഉണ്ടെന്നും ആ ഇടിമുറിയിൽ എത്തിച്ച SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ മർദ്ദിച്ചെന്നുമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന കേസ്. SFI പ്രവർത്തകർ ജില്ലാ നേതാവ് കൂടിയായ KSU പ്രവർത്തകനെ മാത്രമല്ല മറ്റൊരു ജില്ലാ നേതാവിനെ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഗുരുതര ആരോപണം കൂടി KSU ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. CP അടക്കമുള്ളവർക്ക് നേരെയും പോലീസിന് നേരെയും SFIയുടെ ഗുരുതരമായിട്ടുള്ള കാടത്ത നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരാതി ഉയരുന്നത്. എന്തായാലും സംഭവത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് രജിസ്ട്രാർ നൽകണമെന്നുള്ളതാണ് VC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ നമുക്കറിയാം, ഈ SFIയുടെ ക്യാമ്പസുകളിലെ ഗുണ്ടായിസം കുറേ നാളുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. ഇടിമുറിയെ സംബന്ധിച്ചും പലപ്പോഴും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ അടിയന്തര റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകുമ്പോൾ ക്യാമ്പസുകൾക്കുള്ളിലെ SFI ഇടിമുറികളെ കുറിച്ചുകൂടി വിശദമായൊരു റിപ്പോർട്ട് നൽകാൻ രജിസ്ട്രാർ തയ്യാറാകുമോ? അതിന്മേലൊരു തുടർ നടപടി ഉണ്ടാകുമോ എന്നുള്ളതും കാണേണ്ടിയിരിക്കുന്നു. രോഹിണി സൂചിപ്പിച്ചത് തന്നെ വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം നമ്മൾ കണ്ടതാണ്, വെറ്റിനറി സർവകലാശാലയിലടക്കം സിദ്ധാർത്ഥ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി SFI പ്രവർത്തകർ മർദ്ദിക്കുകയും കൊലപാതകം നടത്തുകയും ഒക്കെ തന്നെ ചെയ്ത കേസിന്റെ കാര്യങ്ങൾ കെട്ടടങ്ങുന്നതിന് മുൻപാണ് വീണ്ടും ഒരു SFI KSU തർക്കവും അതിൽ മേലുള്ള ഏറ്റുമുട്ടലും സംഘർഷവും ഒക്കെ ഉണ്ടാകുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാന വ്യാപകമായി പല സർവകലാശാലകളിലും ഇടിമുറികൾ ഉണ്ട് എന്നുള്ളൊരു ആരോപണം അത് മുൻപും പല പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കാട്ടിയിട്ടും അതൊന്നും തന്നെ പലരും പല ഘട്ടങ്ങളിലും SFIയോ അല്ലെങ്കിൽ CPMന്റെ ഉന്നത നേതാക്കന്മാരോ ശരിവെച്ചൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ കൃത്യമായി തന്നെ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ കാര്യവട്ടം ക്യാമ്പസിനുള്ളിൽ ഒരു ഇടിമുറി പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിക്രൂരമായ മർദ്ദനമാണ് ആ ഇടിമുറിയിൽ വെച്ച് KSU പ്രവർത്തകരെ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സാൻജോസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൽ ഏത് തരത്തിലായിരിക്കും ഇനി രജിസ്ട്രാർ പ്രതിപാദിക്കുക ഇടിമുറികളെയും ഒപ്പം തന്നെ SFI KSU തർക്കത്തെ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടത്. നിലവിൽ കേരള സർവകലാശാല
സർവകലാശാല രജിസ്ട്രാർ ഉൾപ്പെടെയുള്ളവർ ഇടത് അനുകൂലികളാണ് എന്നുള്ളൊരു വിമർശനമൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു SFI അനുകൂല റിപ്പോർട്ട് ആയിരിക്കുമോ അതോ നിഷ്പക്ഷമായൊരു റിപ്പോർട്ട് ആയിരിക്കുമോ VC-ക്ക് മുൻപാകെ എത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിൽ VC എടുക്കുന്ന നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും മറ്റ് നടപടികളും ഒക്കെ തന്നെ ശ്രദ്ധേയമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും അടിയന്തരമായി തന്നെ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് VC ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ വിഷയങ്ങൾ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വിൻസെന്റ് MLA-ക്കും ചാണ്ടി ഉമ്മനുമെതിരെ ഈ FIR ഇട്ട് കേസെടുത്ത നടപടി കൂടി പുറത്തു വരുന്നതോടുകൂടി മനസ്സിലാകുന്നത്. രോഹിണി. ശരി, S ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.